നമ്മുടെ വിജയണ്ണയുടെ തെരി സിനിമ ബോളിവുഡ് റീമേക്ക് ചെയ്തിട്ട് അപരാധിച്ച ഒരു അപരാധാണ് ബേബി ജോൺ അഥവാ കുഞ്ഞുവാവ. നമ്മുടെ കുഞ്ഞുവാവയുടെ പണി എന്നിട്ടാന്ന് വെച്ചാൽ ബേക്കറിക്കാരനാണ്. എല്ലാ ദിനവും നല്ല ദിനമാ, എല്ലാ നേരവും നല്ല നേരമാ. നമ്മുടെ കുഞ്ഞുമാവയുടെ കൊച്ചിന്റെ മേത്ത് ചെളിവെള്ളം ഒരു കാറുകാരൻ തെറിപ്പിക്കും. നമ്മുടെ കുഞ്ഞുമാവ വിടോ, ബൈക്ക് എടുത്തിട്ട് ഒറ്റ പോക്ക എന്നിട്ട് മൂപ്പരെ വെറുപ്പിക്കും. നമ്മുടെ കുഞ്ഞുമാവയുടെ കുരുപ്പുണ്ടല്ലോ, ഒരു ഗുണ്ട കയറി ചൊറിയും. നമ്മുടെ ഗുണ്ട ആരാന്ന് ചോദിച്ചാൽ QR കോഡ് അണ്ണൻ. മൂപ്പരുടെ കഴുത്തിൽ ഒരു QR കോഡ് ഉണ്ട്, അതാണ് നമുക്ക് QR കോഡ് അണ്ണാന്ന് വിളിക്കണേ. നമ്മുടെ QR കോഡ് അണ്ണന്റെ പരിപാടി എന്നിട്ടാന്ന് വെച്ചാൽ പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ട് പോവാ പിക്ക, അതാണ് നമ്മുടെ QR കോഡ് അണ്ണന്റെ പരിപാടി. നമ്മുടെ QR കോഡ് അണ്ണനെതിരെ പരാതി കൊടുക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടീച്ചർ പോവും. നമ്മുടെ കുഞ്ഞുവാവൊക്കെ ടെൻഷനായൊക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന കാരണം എന്നിട്ട് ഒരു പോലീസുകാരൻ നീ ആരാന്ന് ചോദിക്കും. എന്റെ നാട് സർ, ഞാൻ ഇവിടെ ഒരു ബേക്കറി നടത്തുന്നു. കുഞ്ഞുവാവേ, QR കോഡ് അണ്ണനെതിരെ പരാതി കൊടുക്കാൻ പോയ കാരണം നമ്മുടെ കുഞ്ഞാവേനെ QR കോഡ് അണ്ണൻ ഇടിച്ചു കൂട്ടും. അയ്യോ എന്റെ സാറേ, ലഡ്ഡുണ്ടാക്കി തരാം സാറേ, എന്നെ തല്ലല്ലേ സാറേ. പിന്നെ നമ്മുടെ ടീച്ചർ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവണേ നമ്മുടെ വാവ പോലീസ് വാവയാന്നുള്ള കാര്യം. നീ എന്നിട്ടടെ വിചാരിച്ച ഞാൻ വാവയെന്ന്, ഞാൻ പോലീസ് വാവയടാ, കളിക്കാൻ ധൈര്യം വാടാ. പിന്നെ ഫ്ലാഷ് ബാക്കാ, നമ്മുടെ പോലീസ് വാവയുടെ കുറെ വാഴത്തരങ്ങളാണ് പിന്നെ കാണിക്കണേ. ഉദിച്ച മേഘമേ മാമഴ കൊടുക്കമേ, കിളിച്ച വിതയിലേ താൻ കാട് പൊറുക്കമേ, പുതിയ എതിരിയെ വാ എന്നെ എതിർക്കമേ, പഴയ എതിരികൾ എൻ രസ്ക പടയിലെത്തി. ഇത് ദളപതി ഉങ്ക നെഞ്ചിനധിപതി, ഇത് ദളപതി പേര് കേട്ട ബിസ്ലടി. നമ്മുടെ പോലീസ് വാവ കുറച്ച് ഗുണ്ടകളെ ഇടിച്ചു കൂട്ടും. എന്നിട്ട് ആശുപത്രിയിലെ ആ ഗുണ്ടകളെ കൊണ്ടുപോകുമ്പോഴാണ് നമ്മുടെ കീർത്തുവിനെ കാണുന്നത്. കീർത്തുവിനെ കാണുമ്പോൾ തന്നെ നമ്മുടെ വാവയ്ക്ക് ക്രഷ് അടിക്കും. ദോശക്കല്ലിന്റെ മോളിൽ മുട്ട വറുത്തത് പോലൊരു കുട്ടി നീലാവന്റെ നെഞ്ചിൽ ചാടിക്കേറിയവൾ, വാനവില്ല് നീ മാരിവില്ല് ഞാൻ, എന്നെ 7 കളറുള്ള ലുങ്കിയായി മടക്കി കുത്തിയവൾ, ഗോമാതാവിന്റെ കൊമ്പിൽ ഒരു പൂമ്പാറ്റയെ പോലെ ഞാൻ ധൃതംഗപുളകിതനായി, ഞാൻ ധൃതംഗപുളകിതനായി. പിന്നെ ഇതിലെ വില്ലൻ ജാക്കി ഷെറഫാണ്. പ്രശാന്ത് നീലിന്റെ കരിപ്പൊടിയിൽ വീണ ഒരു പിച്ചക്കാരന്റെ പോലെയാണ് നമ്മുടെ ജാക്കി ഷെറഫ് ഈ പടത്തില്. മൂപ്പർക്കൊരു വെകളി ചെക്കനുണ്ട്, മൂപ്പരൊരു കൊച്ചിനെ അങ്ങ് റേപ്പ് ചെയ്യും. തെരിയിലെ റിവെഞ്ച് എടുക്കുന്ന സീൻ കാണുമ്പോൾ നമുക്ക് രോമാഞ്ചം വരുമെങ്കിലും ഇതിലെ സീൻ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വയ്യാണ്ടാവുന്നല്ലാണ്ട് വേറൊരു കാര്യമില്ല. എന്തിട്ടൊക്കെയോ കാട്ടി അവരാധിച്ചു വെച്ചിട്ടുണ്ട് ഗൈസ്. തെരിയിൽ ഇന്റർവെൽ പഞ്ചിൽ നമ്മുടെ വിജയണ്ണൻ ബബിൾ കറിയുന്ന സീനൊക്കെ രോമാഞ്ചായിരുന്നു. പക്ഷെ ഈ പടത്തിൽ നമ്മുടെ കുഞ്ഞുവാവ ബബിൾ കറിയുന്നതൊക്കെ ഒരുമാതിരി ഉണ്ടംപൊഴി പുഴുങ്ങിയ പോലെയാണ് ചെയ്തു വെച്ചേക്കണ ഗൈസ്. പിന്നെ നമ്മുടെ പോലീസ് വാവ കല്യാണം കഴിക്കും, എന്നിട്ട് കൊച്ചൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മുടെ കരിപ്പൊടി അണ്ണൻ കീർത്തുവിനെ വെടിവെക്കണേ. ഇതെന്നിട്ടാണ് ബുള്ളറ്റ് കിടന്ന് കറങ്ങണ വെടിവെച്ചിട്ട്, ഇതെന്തുവാടത്, എന്നിട്ട് അവരെ കൊല്ലും. അങ്ങനെ ഫ്ലാഷ് ബാക്ക് ചെയ്യും. പിന്നെയാണ് മനസ്സിലാവണേ നമ്മുടെ ടീച്ചറില്ലേ, മൂപ്പരെ ഏജന്റാണ്. പിന്നെ നമ്മുടെ കുഞ്ഞാവ എല്ലാവരും ഇടിച്ചു കൂട്ടും, കീർത്തുവിനെ കൊന്നവരെല്ലാവരെയും ഇടിച്ച് കൂട്ടും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ സാൽമൻ ബായി വരും. നമ്മുടെ സാൽമൻ ബായി ഈ പടത്തിലെ ഏജന്റാണ്, ഏജന്റ് എക്സ്. മൂപ്പരും പിന്നെ കുഞ്ഞുവാവയും കൂടി കുറേ നേരം അവരാധിക്കും. സെക്കൻഡ് പാർട്ടിക്കുള്ള ലീഡാണ്. എന്നിട്ട് നാട്ടുകാരെ മൊത്തം വിഷ് ചെയ്തിട്ട് പടം കഴിയും.